ആ വിധത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടയാളങ്ങളായി പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചിലതൊക്കെ വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അടുത്തു തന്നെ വരും. ദമസ്കസിലെ പള്ളിയുടെ വെള്ള മിനാരത്തിന്റെ മുകളിലൂടെ ആകാശത്തിൽ നിന്ന് ഈസ അലൈഹിസ്സലാം ഇറങ്ങി വരും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിൽ ആദരവുള്ള പല മഹാന്മാരും ഇനി വരാനിരിക്കുന്നുണ്ട്. ഈമാനുള്ളവർ മാത്രം വിജയിക്കുന്ന ഒരു ലോകമാണ്. അല്ലാത്തവർക്കൊന്നും ഇനി രക്ഷയില്ല. പ്രയാസങ്ങളും പ്രതിസന്ധികളും അമ്പിയാക്കൾക്ക് കടന്നുപോയി, ഔലിയാക്കൾക്ക് കടന്നുപോയി. നിങ്ങൾ ഒരു കടപ്പുറത്താണ്. തിരമാലയുടെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. അതിലേക്ക് നോക്കിയാലോ മനുഷ്യന്മാരെ പോലെ ഒന്നല്ല. കോടാനുകോടി മനുഷ്യന്മാരെ കൂട്ടത്തിൽ തസ്ബീഹ് ചൊല്ലാത്തവരാണ് കൂടുതൽ, അൽഹംദുലില്ലാഹ് പറയാത്തവരാണ് കൂടുതൽ. അതേ സമയത്ത് ആ സമുദ്രത്തിലെ കോടാനുകോടി മത്സ്യം മുഴുവനും തസ്ബീഹ് ചൊല്ലുന്നവരാണ്. ആ കടലിലേക്ക് നോക്കിയാൽ ഒരുപാട് കഥകളുണ്ട്. സ്വാഹിബുൽ ഹൂത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മത്സ്യക്കാരൻ എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കാൻ പോയിട്ടല്ല. നമ്മളൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ കൂടുതലല്ലേ? മീൻ പിടിക്കാൻ പോയിട്ടല്ല യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യക്കാരൻ എന്ന് പറയുന്നത്. മീൻ ബഹുമാനപ്പെട്ട യൂനുസ് നബിയെ പിടിക്കാതിരുന്നു അല്ലേ കഥ. ദീനീ പ്രബോധന പ്രവർത്തനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോ അനുസരിക്കാൻ ആളുകൾ തയ്യാറായില്ല. ദീനുവക്കാരാകുന്ന ആളുകൾ അവർക്ക് അല്ലാഹുവിനെ സമ്മതിക്കാൻ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാം എത്ര പറഞ്ഞിട്ടും നന്നാകുന്നില്ല. പടച്ചവനെ, എന്റെ ഈ ഖൗമ് ഇങ്ങനെ പോയാൽ നരകത്തിൽ കിടക്കുമല്ലോ എന്നൊരു സങ്കടം. ആ സങ്കടം പിന്നെ ദേഷ്യമായി മാറിയപ്പോ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട് വിട്ടു. നിങ്ങളോട് ഇനി വർത്താനല്ല, ഞാൻ പോകണം. അങ്ങനെ പ്രവാചകന്മാർ ഇട്ടേച്ച് പോകല്ലല്ലോ വേണ്ടത്. നന്നായി ക്ഷമിച്ച് സഹിച്ച് നിന്നാ പോരെ. പക്ഷെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന് വലിയ പാഠം അല്ലാഹു പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യിപ്പിച്ചു എന്ന് മാത്രം. അവർ പോയി യാത്ര പോവുക. എങ്ങോട്ടേക്ക്? കപ്പലിൽ കയറിയിട്ടാ പോകുന്നത്. വലിയ ചരക്ക് കപ്പല. മധ്യത്തിലെത്തിയപ്പോ ആടി ഉലയുന്ന കപ്പൽ. അവസാനം എന്ത് ചെയ്യണം? ഭാരം കുറച്ച് ഇറക്കി വെക്കണം. ആരെയാണ് ഇറക്കി വെക്കുക? നീതിപൂർവമല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഒരാളെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. നറുക്കെടുത്ത് നോക്കുമ്പോൾ യൂനുസ് നബിയാണ് കപ്പലിൽ നിന്ന് പുറത്താക്കേണ്ടത്. ഈ മനുഷ്യന്റെ മുഖം കണ്ടാൽ, ആ താഴ്മയുള്ള, വിനയമുള്ള, സൗന്ദര്യമുള്ള ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ വെള്ളത്തിലേക്ക് തള്ളിടാൻ ആർക്കും ധൈര്യം വരുന്നില്ല. അപ്പൊ വീണ്ടും നറുക്കെടുത്തു. അപ്പോഴും പേർക്കന്നെ പലതവണ നറുക്കെടുത്തു. അപ്പോഴൊക്കെ യൂനുസ് നബിയെ തന്നെ തള്ളിടാൻ ആർക്കും ധൈര്യം വരുന്നില്ല. അവസാനം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചാട്ടത്തിലേക്ക്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മത്സ്യത്തെ ഉടനെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. തിമിംഗലം എന്ന ചരിത്രത്തിൽ കാണുന്നത് വലിയ മത്സ്യം വിഴുങ്ങി. ഒരു മത്സ്യം ഒരു മനുഷ്യനെ വിഴുങ്ങിയാൽ എല്ലുകൾ പൊട്ടിപ്പോകും, ആള് മരിച്ചു പോകും. പക്ഷെ ഇതൊന്നും സംഭവിച്ചില്ല. അല്ലാഹു വളരെ സുരക്ഷിതമായ ഇടത്തേക്ക് കൊണ്ടുപോയി. ഒരു എല്ലിന് പോലും കേടുപറ്റാതെ, ഒരു പ്രയാസം ഉണ്ടായില്ല, ശ്വാസം കിട്ടാതിരുന്നില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ ഇരുളറയായപ്പോൾ സ്വാഭാവികമായി ബേജാറുണ്ടാവും. വെള്ളത്തിനടിയിലാണ്, അതും ബേജാറാണ്. പാതിരാ സമയമാണ്, അതും ബേജാറാണ്. 3 ഇരുളിനുള്ളിലാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. വിഷമഘട്ടത്തിൽ എന്ത് ചെയ്യണം? വൃത്തികേട് കാണിക്കണ്ട. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എത്ര വലിയ പ്രയാസമുള്ള ആളാണെങ്കിലും ഇതങ്ങ് ചൊല്ലിയിട്ട് റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹു പരിഹാരം കാണിച്ചു തരുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി.
കടലിന്റെ കഥയാണിത്, മത്സ്യത്തിന്റെ കഥയാണിത്, പ്രവാചകന്റെ കഥയാണിത്, തസ്ബീഹിന്റെ കഥയാണിത്, ദിക്റിന്റെ കഥയാണിത്, ദുആഇന്റെ കഥയാണിത്, സലാമത്തിന്റെ രക്ഷയുടെ കഥയാണ്. ആഖിർ സമാനാണ്. ആര് ഭരിച്ചാലും ബേജാറാകണ്ട, ആര് ഭരിച്ചാലും ബേജാറാകണ്ട. എല്ലാവരോടും അത് തന്നെയാണ് പറയാനുള്ളത്. ഇന്ത്യ ആര് ഭരിച്ചാലും, ലോകം ആര് ഭരിച്ചാലും അതിന്റെ മീതെ ഒരു വലിയ മഹാരാജാവുണ്ട്. ആ റബ്ബിനെ ഓർക്കാത്ത ദിവസം എനിക്കില്ല എങ്കിൽ മാലിക് യൗമിദ്ദീൻ, മലിക്കുൽ മുലൂക്കാകുന്ന റബ്ബിനെ പറയാത്ത ഒരു ദിവസം എനിക്കില്ല എങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം? ആര് ഭരിച്ചാലും കുഴപ്പമില്ല. ഇന്ത്യന്റെ പ്രധാനമന്ത്രിയുടെ അധികാരം ഇന്ത്യയിൽ മാത്രമാണ് അല്ലേ? ആ അധികാരം എത്രയാണ്? ഗ്യാസിന് വില കൂട്ടാനുള്ള അധികാരം ഉണ്ടാകും, പെട്രോളിന് വില കൂട്ടാൻ അധികാരം ഉണ്ടാകും, നോട്ട് നിരോധിക്കാൻ അധികാരം ഉണ്ടാകും, റോഡ് ഉണ്ടാക്കാനും റോഡ് പൊടിക്കാനും അധികാരം ഉണ്ടാകും. പക്ഷേ എന്റെ ശ്വാസം നിയന്ത്രിക്കാൻ അധികാരം, എന്റെ വിശ്വാസം നിയന്ത്രിക്കാൻ അധികാരമുണ്ടോ? എന്റെ ഈമാൻ നിയന്ത്രിക്കാൻ അധികാരം. എന്റെ അധികാരം എന്റെ റബ്ബിന്റെ അടുത്താണ്. ആ റബ്ബിന്റെ കൂടെ ആഖിർ സമാനിൽ നിൽക്കേണ്ടവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകത്തോട് ഈ പാവപ്പെട്ട ഫഖീർ വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി എനിക്ക് മരിക്കാൻ കഴിയണം. സുബ്ഹാനല്ലാഹ്. ഈ രാത്രി എന്റെ ജീവിതത്തിലെ ഒടുക്കത്തെ രാത്രിയാണെങ്കിൽ, ഈ ദുൽഖഅദ മാസം എന്റെ ജീവിതത്തിലെ അവസാനത്തെ ദുൽഖഅദ മാസമാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്തിന്റെയും ദിക്റിന്റെയും ദുആഇന്റെയും മജ്ലിസ് എന്റെ ജീവിതത്തിലെ അവസാനത്തെ സദസ്സാണെങ്കിൽ എന്ന ചിന്തയോടെ ഞാൻ ഇവിടെ വെച്ച് എടുക്കേണ്ട തീരുമാനം, ദുനിയാവിന്റെ ഒരു ഫസാദിലും ദുനിയാവിന്റെ ഒരു ഫിത്നയിലും ദുനിയാവിന്റെ ഒരു വഞ്ചനയിലും പെട്ടുപോകണ്ട. അത് പെടാതിരിക്കാൻ ഞാൻ എന്റെ ബന്ധം മുഴുവനും, എന്റെ ഹൃദയത്തിന്റെ ബന്ധം മുഴുവനും അള്ളാഹു ഇഷ്ടപ്പെട്ടവരിലേക്കാണ് തിരിച്ചു നോക്കിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്, ഖുതുബുൽ അഖ്താബ് തങ്ങളിലേക്ക്, ശൈഖ് റിഫാഇ തങ്ങളിലേക്ക്, അജ്മീർ ഖാജ തങ്ങളിലേക്ക്, ഖുതുബുസ്സമാൻ മഖ്ബൂൽ തങ്ങളിലേക്ക്, വെളിയങ്കോട് ഉമർ ഖാദി റഹിമഹുല്ലാഹിലേക്ക്, മഹാന്മാരിലേക്കാണ് മനസ്സ് തിരിച്ചു. പരലോകത്ത് ചെല്ലുമ്പോൾ 543 MP-മാർക്കും അധികാരം ഉണ്ടായിക്കോളുന്നില്ല. അതേ സമയത്ത് ഉമർ ഖാദിക്ക് അധികാരം ഉണ്ടാവും, കുഞ്ഞിമരക്കാർ ഷഹീദ് തങ്ങൾക്ക് അധികാരം ഉണ്ടാകും, ദർവേശ് തങ്ങൾക്ക് അധികാരം ഉണ്ടാകും, ശൈഖ് ദാൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകും, ഐദ്രോസ് മൂപ്പൻ റഹിമഹുല്ലാഹ്ക്ക് അധികാരം ഉണ്ടാകും. വലിയ വലിയ മഹാന്മാർ. കാരണം അവരൊന്നും ദുനിയാവിന് വേണ്ടി ദുനിയാവിലൂടെ നടന്നില്ല, ദുനിയാവിലൂടെ നടന്നത് ആഖിറത്തിന് വേണ്ടിയായിരുന്നു. അവർക്കാണ് ആഖിറത്തിൽ അധികാരമുള്ളത്. ഞാൻ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾ അധികം കേൾക്കാറുള്ളത് ഏതാണ്, അധികം വായിക്കാറുള്ളത് ഏതാണ്, അധികം ചിന്തിക്കാറുള്ളത് ഏതാണ് എന്ന് ആലോചിച്ചിട്ട് ഒരു 40 കൊല്ലം മുമ്പ് മരണപ്പെട്ട വല്യമ്മയെ നിങ്ങൾ ആലോചിക്കും. നിങ്ങൾക്കൊരു പക്ഷേ ഒരുപാട് സിനിമക്കാരാകുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പേരറിയാം. ഈ ഇരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഒരുപാട് സിനിമക്കാരുടെ, കളിക്കാരുടെ, ഭൗതിക ലോകത്തെ തമാശയുമായി നടക്കുന്ന പല വ്ളോഗർമാരുടെയും പേരുകൾ നിങ്ങൾക്കറിയാം. അതേ സമയത്ത് നിങ്ങളെ വല്യമ്മക്ക് അറിയുമായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അവിടുത്തെ 3ാമത്തെ പേരക്കുട്ടി നഫീസ ബീവി റളിയല്ലാഹു അൻഹ. വലിയ കണക്കിൽ സുഹറ ബീക്ക് 3ാമത്തെ പേരമകളാകുമേ ബീവി നഫീസത്തെ. നഫീസ ബീവി അവർക്കറിയുമായിരുന്നു, മൈമൂനത്തുൽ മിസ്രിയെ അവർക്കറിയുമായിരുന്നു, അവർക്ക് റാബിയത്തുൽ അദവിയെ അവർക്കറിയുമായിരുന്നു, അവർക്ക് ഒരുപാട് പെണ്ണുങ്ങൾ അറിയുമായിരുന്നു. ആ പെണ്ണുങ്ങൾ അവരത്ത് വെളിവാക്കിയിട്ട് നാട് നീളം നടന്നതിന്റെ പേരിലല്ല, സുജൂദിൽ കിടന്നതിന്റെ പേരില ആ പെണ്ണുങ്ങളെ വല്യമ്മ പരിചയപ്പെട്ടത്. നിങ്ങൾ ജീവിതത്തിൽ എത്ര ഖത്മ ഖുർആൻ ഓതി? നഫീസ ബീവി റളിയല്ലാഹു അൻഹ 6000 ഖത്മ ഖുർആൻ ഓതിയ പെണ്ണാണ്. അങ്ങനത്തെ ഒരുപാട് മഹത്തുക്കൾ അവർക്ക് പരിചയമുണ്ട്. നിങ്ങളെ ഉമ്മ നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന്